അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നമുക്കൊരു ക്രോസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ചെയ്യുന്നത് കോർണേഴ്സ് അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. കോർണറുകൾ അലൈൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇപ്പം ഈ ഒരു കളർ നോക്കുക, ഇത് റെഡ് ആണ്. ഇപ്പോൾ റെഡ് ആകുമ്പോൾ അത് തീർച്ചയായിട്ടും റെഡിന്റെ സൈഡിൽ കൊണ്ടാണ് നമുക്ക് അലൈൻ ചെയ്യേണ്ടത്, അതായത് ഇങ്ങനെ നിൽക്കണം. പക്ഷെ അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക, ഇവിടെ ഈ ബ്ലൂവിന്റെ സൈഡിൽ ബ്ലൂ ആണ് വരേണ്ടത്, പക്ഷെ ഇവിടെ ഓറഞ്ച് ആണ്. ഇത് ഇവിടെ ഓറഞ്ച് ആണ്. അപ്പോൾ ഈ ഓറഞ്ച് ഇങ്ങോട്ടേക്കും വരണം. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഗ്രീൻ വരേണ്ടത് ഇവിടെയാണ്, ഈ ബ്ലൂ വരേണ്ടത് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അലൈൻ ചെയ്യണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഓറഞ്ച് ഗ്രീൻ ഇത് രണ്ടും പ്രോപ്പറായിട്ടാണ് അലൈൻ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇത് ഗ്രീൻ, ഇത് ഓറഞ്ച്, അത് രണ്ടും പ്രോപ്പറായിട്ട് അലൈൻഡ് ആണ്. അതായത് ഓറഞ്ച് ഉള്ളിടത്ത് ഓറഞ്ചും വന്നു, ഗ്രീൻ വരേണ്ടടുത്ത് ഗ്രീനും വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു റെഡ്, ഈ ഒരു ബ്ലൂ, ഇത് തമ്മിൽ ഈ ഒരു ബ്ലൂ ഇവിടെ ആയിരുന്നെങ്കിൽ ഇത് തമ്മിൽ സ്വാപ്പ് ചെയ്തിരുന്നെങ്കിൽ അത് നമുക്ക് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് കിട്ടിയേനെ. പക്ഷേ ഇവിടെ നമുക്കത് പ്രോപ്പർ അലൈൻമെന്റ് അല്ല. അപ്പോൾ ഇതിനെ, ഈ ഒരു റെഡിനെ ഇങ്ങോട്ടേക്കും ഈ ഒരു ബ്ലൂവിനെ നമുക്ക് ഇങ്ങോട്ടേക്കുമാണ് മാറ്റേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ ഫേസ് ആയിട്ട് പിടിക്കുക. പ്രോപ്പറായിട്ട് അലൈൻഡ് അല്ലാത്ത രണ്ടെണ്ണത്തിനെ നിങ്ങൾ ഫേസ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം നമുക്ക് ഒരു അൽഗോരിതം ഉപയോഗിക്കണം. ആ അൽഗോരിതം ഇതാണ്. ഫേസ് ആയിട്ട് പിടിച്ചതിന് ശേഷം ഡൗൺ, ലെഫ്റ്റ്, ഡൗൺ പ്രൈം, റൈറ്റ് പ്രൈം, ഡൗൺ, ലെഫ്റ്റ് പ്രൈം, ഡൗൺ പ്രൈം, ഡൗൺ പ്രൈം, റൈറ്റ്. അത്രയും ചെയ്യുമ്പോൾ നോക്കുക, ഇവിടെ കോർണേഴ്സ് അലൈൻ ചെയ്തു. ബ്ലൂവിൻ്റെ സൈഡിൽ തന്നെ ഓറഞ്ച് മാച്ചസ് ഓറഞ്ച്, ഗ്രീൻ മാച്ചസ് ഗ്രീൻ ആൻഡ് റെഡ് മാച്ചസ് റെഡ്. അങ്ങനെ നമുക്ക് അലൈൻ ചെയ്ത് കിട്ടി. ഈ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്കിപ്പം കോർണേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആണ് കിട്ടുന്നതെങ്കിൽ, ഓൾ കോർണേഴ്സും ഡിഫറെൻ്റ് ആണ്, അതായത് അലൈൻഡ് അല്ല. നാല് രീതിയിലാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേസ് ആയിട്ട് എടുക്കുക. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഫേസ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു അൽഗോരിതം ഉപയോഗിച്ചാൽ മതി. ഡൗൺ, ലെഫ്റ്റ്, ഡൗൺ പ്രൈം, റൈറ്റ് പ്രൈം, ഡൗൺ, ലെഫ്റ്റ് പ്രൈം, ഡൗൺ പ്രൈം, റൈറ്റ്. ഇത്രയും ഫേസ് ആയിട്ട് ചെയ്യുക. ഈ ഒരു അൽഗോരിതം ചെയ്യുക. ഈ ഒരു അൽഗോരിതം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രണ്ട് സൈഡ് നിങ്ങൾക്ക് കോർണേഴ്സ് അലൈൻഡ് ആയിട്ട് കിട്ടും. അതായത് ഗ്രീനിനെ മാച്ച് ചെയ്യുന്നു, ഇവിടെ റെഡിനെ മാച്ച് ചെയ്യും, ഇവിടെ രണ്ടെണ്ണം സ്വാപ്പ് ചെയ്യണം. അതായത് ഈ ഒരു ബ്ലൂവിനെ ഇങ്ങോട്ടേക്കും ഈ ഒരു ഓറഞ്ചിനെ ഇങ്ങോട്ടേക്കും സ്വാപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഇത് ഫേസ് ആയിട്ട് പിടിക്കുക. ഇങ്ങനെ ഫേസ് ആയിട്ട് പിടിച്ച് ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ അതേ കേസ് തന്നെയാണ്. അതിനുവേണ്ടി അൽഗോരിതം ചെയ്യുക. ഡൗൺ, ലെഫ്റ്റ്, ഡൗൺ പ്രൈം, റൈറ്റ് പ്രൈം, ഡൗൺ, ലെഫ്റ്റ് പ്രൈം, ഡൗൺ പ്രൈം, റൈറ്റ്. അത്രയും ചെയ്യുമ്പോൾ നോക്കുക, ഓറഞ്ചിനെ മാച്ച് ചെയ്യുന്നു, ഗ്രീൻ, റെഡ്, ബ്ലൂ. ഈ ഒരു കേസ് വിൻമിൽ ക്യൂബിൽ വളരെ റെയർ ആണ്. എങ്കിലും ഈ ഒരു കേസ് വന്നാൽ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി.